നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊള്ളാം. കള്ളം പറയുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. എല്ലാ ലൂപ്പ് ഹോൾസ് അടയ്ക്കാൻ വേണ്ടി ഹോം നഴ്സ് ഗോപിയേട്ടന് മരുന്ന് കുത്തിവെക്കാൻ നോക്കിയത്ര. എടാ വിശാലെ, ഈ പെരുങ്കളിയെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത്. ഇപ്പൊ തന്നെ പിടിച്ചിറക്കി വിടണം. ഞാൻ അറിയാതെ ഹോം നഴ്സിനെ എന്തിനു നിയമിച്ചു? എനിക്കതിന്റെ ഉത്തരം കിട്ടണം. മോനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആലോചിച്ച് തീരുമാനം എടുക്കുന്നല്ലേ മോൻ പറഞ്ഞത്? ചേച്ചി, ഇപ്പൊ ആ വിഷയമല്ല പ്രധാനം. അളിയനെ കൊല്ലാൻ ശ്രമിച്ച പാർവതിയെ പിടിച്ച് പുറത്താക്കുന്നതില്ല. ചേച്ചിക്ക് വൈകി മാറി ചേച്ചി, ഞാൻ കാണിച്ചത് എങ്ങനെയാ. വേണ്ടങ്ങളെ, അച്ഛനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്ക് വിശാല് ശിക്ഷ കൊടുത്തിരിക്കും. അതിപ്പോ ആരായാലും. അതാരായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി, അവൻ കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഗോപിയേട്ടൻ വാ തുറക്കണം. അല്ലെങ്കിൽ പാർവതി പറയണം. രണ്ടും സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് അരവിന്ദനെ ഏൽപ്പിക്കാൻ തന്നെയാ പോകുന്നത്. അത് അയാളുടെ കൈ കിട്ടിയ പിന്നെ ഉറപ്പാ ഞാനും ഏട്ടനും അറസ്റ്റ് ചെയ്യപ്പെടും. ഹലോ ജാസ്മിൻ. ഹലോ ഏട്ടാ. ഏട്ടാ, ആകെ കുഴപ്പമായി. നമ്മൾ ഏത് നിമിഷവും കൊടുങ്ങും ഏട്ടാ. നീ കാര്യം എന്താന്ന് പറയൂ ജാസ്മിൻ. ഏട്ടാ, പാർവതിയുടെ റൂമിൽ നിന്ന് ഞാൻ ഒരു മേക്കപ്പ് മെറ്റീരിയൽ എടുത്തതാ. പക്ഷെ പാർവതി ഇത് കണ്ടുപിടിച്ചു. ആ സമയത്ത് സുശീൽ ആന്റിയും വന്നു. ആന്റി ആ മേക്കപ്പ് മെറ്റീരിയൽ എടുത്ത് പാർവതിക്ക് തിരിച്ചു കൊടുത്തു ഏട്ടാ. അതിന് നീ എന്തിനാ ഇപ്പൊ പേടിക്കുന്നത്? അതവള് വെച്ചോട്ടെ. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടിൽ കണ്ടത് അതാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് സംശയമുണ്ട് ഏട്ടാ. അതുമായിട്ട് അവളിപ്പോ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. നേരെ അരവിന്ദനെ കാണാൻ പോയത് തന്നെ ആയിരിക്കും. മാർക്കറ്റിലോ മറ്റോ പോയതായിരിക്കും. അല്ല ഏട്ടാ, എനിക്ക് ഉറപ്പാ അരവിന്ദനെ കാണാൻ തന്നെയാ പോയത്. ഫ്ലവേഴ്സിലുണ്ടായ കെമിക്കലും ആ മേക്കപ്പ് മെറ്റീരിയൽ ഉണ്ടായ കെമിക്കലും ഒന്നാണെന്ന് അയാൾ കണ്ടുപിടിക്കും. അയ്യോ, നമ്മൾ അറസ്റ്റ് ചെയ്യും. വിശാലിനെ കൊല്ലാൻ നോക്കിയതുപോലെ ജയെ കൊന്നതും നമ്മളാണെന്ന് തെളിയിക്കപ്പെടും. നമ്മൾ ജയിലിലേക്ക് അടക്കേണ്ടി വരും ഏട്ടാ. ഇനി എന്താ ചെയ്യാ? പാർവതി എപ്പോഴാ അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. നീ പേടിക്കണ്ട, അതുമായിട്ട് അവൾ അരവിന്ദിന്റെ അടുത്ത് എത്തില്ല. നീ ഫോൺ വെച്ചോ. ശരി ഏട്ടാ. നിങ്ങൾ പുത്തമ്പാലത്തിന്റെ താഴെ വരണം. ഓക്കെ സാറേ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഏറ്റു സാറേ, ഏറ്റു. ഓക്കെ. ഒരു പണിയുണ്ട്, വാ.
എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്ത? എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. അച്ഛന്റെ മനസ്സിനെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു മോനെ, ഗാർഗി എന്നോട് പറഞ്ഞു. എന്തായിരുന്നു ആ സംഭവം? അതാ എനിക്ക് അറിയേണ്ടത്. അല്ലാതെ ആര് പറഞ്ഞു, എപ്പ പറഞ്ഞു എന്നൊന്നും അല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. സത്യമായിട്ടും എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ് ആന്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അച്ഛന്റെ ഉത്തരവാദിത്വം ആന്റി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു സഹോദരിയുടെ കടമ തന്നെയാണ് അത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മുറിയിൽ അമ്മയ്ക്കും ആന്റിക്കും ഇഷ്ടമില്ലാത്ത ആരും കയറി പോകരുതെന്ന് അമ്മയും ആന്റിയും ചേർന്നല്ലേ ഓർഡർ ഇട്ടത്. ആ സ്ഥിതിക്ക് ആ മുറിയിൽ എന്ത് നടന്നാലും അത് ആന്റി അറിഞ്ഞിരിക്കണം, അമ്മയെ അറിഞ്ഞിരിക്കണം. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ വിഷ്? ഗോപിയേട്ടന്റെ അസുഖം ഭേദമാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ആ റൂമിൽ അധികം ആരും കയറരുതെന്ന് ഞാൻ പറഞ്ഞത്. പ്രഭേച്ചിയും അത് തന്നെയാ ഉദ്ദേശിച്ചത്. അധികമാരും കയറരുതെന്നല്ല ആന്റി പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ആന്റി ഒരാളെ ശത്രുവായി മുദ്ര കുത്തിയിട്ടുണ്ട്. ആ ആള് അച്ഛന്റെ റൂമിൽ കയറരുതെന്ന് ആന്റി പറഞ്ഞത്. അച്ഛനെ നോക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ആളെ ആന്റി തടഞ്ഞു, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. എന്നിട്ടോ ആന്റി അച്ഛനെ നന്നായിട്ട് നോക്കിയതുമില്ല. ഇതിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ രക്ഷപ്പെട്ട് കാണാൻ ആന്റിക്ക് ആഗ്രഹമില്ലെന്നാണോ? വിഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്റെ ബ്രദറാ അത്. നീ അച്ഛാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഏട്ടാന്ന് വിളിച്ച വ്യക്തി അത്. അപ്പോഴേ എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആന്റിയാ കാണിക്കേണ്ടത്. ആന്റി പറയൂ, എന്താ റൂമിൽ സംഭവിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല. ഗോഡ് പ്രോമിസ്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. ബിലീവ് മീ വിഷ്. അച്ഛമ്മ കാര്യമായി ഇടപെടാറില്ലെങ്കിലും ഇവിടെ നടക്കുന്നതെല്ലാം അച്ഛമ്മ ശ്രദ്ധിക്കുക അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലതും അറിഞ്ഞിട്ടും അച്ഛമ്മ മിണ്ടാതിരിക്കുകയാണെന്ന് ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛമ്മ ഇനി മിണ്ടാതിരിക്കരുത്, തുറന്ന് പറയണം. അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്കറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.